ഒരു വൺ ഇനി സൈഡ് എന്തുവാ ഇപ്പൊ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു വരുന്നത് എന്തോ രേണുവിനെ കയറി പിടിച്ചു എന്നാണോ പറയാൻ ഞാൻ വീട്ടിൽ രേണുസുധിയുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ച് ചോദിച്ചേ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ എനിക്ക് പറയാൻ അച്ഛനെ പോലെ ഒരാള് വന്നിട്ട് രാഹുൽ ദാസിന് ബിഗ് ബോസിന്റെ വരുമാനം കിട്ടും. അടിയിൽ മുഴുവനും എന്നെ തെറി വിളിച്ചോണ്ടുള്ള കമന്റുകൾ എഴുതിക്കോളൂ. രാഹുൽ ദാസിന്റെ പേര് തന്നെ ഞാൻ എടുത്തു പറയാൻ കാര്യം അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതിൽ എനിക്ക് എന്നാ പ്രോബ്ലം? അതുകൊണ്ടാണ് പോലീസ് എന്നോട് ചോദിച്ചത് ബിഷപ്പിന് പറയാനുള്ള കാര്യങ്ങൾ പറയുക. അപ്പോഴാണ് ഞാൻ അറിയാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോഴാ പോലീസ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സിനോടായിട്ട് നിങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോടായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അനേകർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇവിടെ തന്നെ 10 കുടുംബങ്ങൾക്ക് വസ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നത്തിന് പോവുകയാണെങ്കിൽ എനിക്കും ആ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് വരും. കാരണം ഒരു പോലീസ് ഇഷ്യൂസ് വന്നാൽ ഞാൻ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. രാഹുൽ ദാസിനെ പുറത്താക്കിയിട്ട് ആ പ്രോപ്പർട്ടി അവർക്കോ അവരുടെ കുഞ്ഞിനോ വേണമെന്നും പറഞ്ഞ് അവർ അതിനുവേണ്ടി എവിടെയും ഞാൻ അതുകൊണ്ട് ഒരു വാണിംഗ് പോലെ പറഞ്ഞു ഇനിയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. തൃക്കൊടിത്താനം സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇനിയും ഉണ്ടാവുകയില്ല. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. രാഹുൽ ദാസ് എന്ന് പറഞ്ഞത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. എന്തൊക്കെയാ നമ്മൾ ഈ കാണുന്നത് കേൾക്കുന്നത്? ഞെട്ടിക്കുന്ന നടുക്കുന്ന ഒരു ഫോൺ സംഭാഷണം, അച്ഛന്റെ ഫോൺ സംഭാഷണം ഞാനിപ്പോ വെച്ചു തരാം. അതിനുശേഷം ഈ അച്ഛന് എന്തൊക്കെ വൃത്തികേടാണ് പറയുന്നത്. ഒരു ക്രിസ്മസ് ദിവസം രാത്രി കിച്ചുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും എന്തൊക്കെയോ വൃത്തികേടാണ് ഈ അച്ഛൻ പറയുന്നത്. ഇന്ന് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്നിങ്ങനെ അച്ഛനായിട്ട് കാണുന്നില്ല. ഇങ്ങേർക്ക് നല്ല രീതിയിൽ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫോൺ സംഭാഷണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വേറെന്ത്? അപ്പോൾ പൊന്നു മനുഷ്യന്മാരോട് ഒരു കാര്യം പറയാം, ഈ വീഡിയോ ഫുള്ളായി കാണണം. 8 മിനിറ്റിന്റെ ഫോൺ സംഭാഷണവും അതിനുശേഷം ഇന്നലെ ഇങ്ങേര് വിഷം തുപ്പിയ ഏറ്റവും അവസാനം ഇരുന്ന് കിച്ചുവിനെ കുറ്റം പറഞ്ഞ ഇന്റർവ്യൂ ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് കിച്ചുവിനെ ഇഷ്ടപ്പെടുന്നവരോട് ഒരൊറ്റ കാര്യം പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കാരണം കിച്ചുവിനെ പൊക്കി പറയുന്നപ്പോൾ ഞാനും അതിലും മാത്രമാണ്, വളരെ കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമാണ്. എല്ലാവരും കിച്ചുവിനെ ബലി കൊടുക്കുകയാണ്. എൻ്റെ പൊന്നച്ച ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ കിച്ചുവിന് വിഷം കൊടുത്തു എങ്ങനെ തീർക്ക്, ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് നല്ലത് ഒറ്റയടിക്ക് കൊല്ലുന്നതാണ്. ആ പാവപ്പെട്ട കിച്ചുവിന് ആരും ഇല്ലാന്ന് കരുതിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നാണമുണ്ടോ അച്ഛ, ഉളുപ്പുണ്ടോ അച്ഛ? ഓക്കെ, നമുക്ക് ആദ്യം ആ ഒരു ഫോൺ സംഭാഷണം കേൾക്കാം. അതിനുശേഷം ഞെട്ടിക്കുന്ന ബാക്കി വിഷയം ചർച്ച ചെയ്യാം. അച്ഛോ, എനിക്ക് അച്ഛനോട് ഭയങ്കര ബഹുമാനമാണ്. ആരാ സംസാരിക്കുന്നത്? എനിക്ക് ആളിനെ മനസ്സിലായില്ലല്ലോ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നേ. എന്റെ പേര് പ്രിയ എന്നാണ്. അച്ഛോ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആരാ? എനിക്ക് ആളിനെ മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ അച്ഛന്റെ നമ്പർ കിട്ടിയിട്ട് അച്ഛനെ വിളിച്ചതാ. എനിക്ക് മനസ്സിലായില്ല. എവിടുന്ന വിളിക്കുന്നത്? എന്താ വിളിക്കുന്ന കാര്യം? തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നേ. അപ്പൊ അച്ഛൻ എന്നെ അറിയത്തില്ല, ഞാൻ അച്ഛനെ വിളിച്ചെന്നേ ഉള്ളൂ. എന്തായിരുന്നു മാറ്റർ? അച്ഛനൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആൾക്കാരായിരുന്നു. എന്ത് പറ്റി ഇപ്പൊ? ഞാൻ എന്ത് ബഹുമാനത്തിന്? ഞാൻ ഒരു കാര്യവും ആരോടും ഒരു കാര്യവും ഞാൻ ചെയ്യുന്ന ആളല്ലല്ലോ. ബഹുമാനം കുറയ്ക്കത്തെ പോലെ. അച്ഛൻ ഇപ്പോഴും ബഹുമാനമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ബഹുമാനം ഉള്ളത് കൊണ്ടാണ് അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത്. ചോദിച്ചോളൂ. അച്ഛോ, എന്തിനാ അച്ഛോ? പാവല്ലേ കൊച്ച്, അങ്ങനെ പറയാൻ പാടുണ്ടോ? ആര് പാവല്ലേ? കിച്ചുവിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ രാഹുൽ ദാസിനെ പറ്റി മോശമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കാനൊക്കാത്ത പോലെ പറയേണ്ടി വരും. പക്ഷെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പറയിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട്. അച്ഛോ, ഇനി ആ കൊച്ചായി 11 വയസ്സ് തൊട്ട് 20 വയസ്സ്, ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത തെറ്റ് നമ്മള് തിരുത്തി കൊടുക്കേണ്ട ഒരാളല്ലേ. ഞാൻ ചോദിച്ചത് ആ കുട്ടി ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത്. എനിക്ക് ഒരാളുടെ തെറ്റിനെ പറ്റിയല്ല ഞാൻ അവിടെ പറയാനിടയായത്. ഇവിടെ വന്ന് ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന എൻക്വയറികൾക്ക് എനിക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തുവാണ് സിസ്റ്ററോട് എനിക്ക് ഫോണിൽ കൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചോ? പോലീസ് എന്നോട് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്ക് പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളുണ്ട് സിസ്റ്ററെ. ആയിക്കോട്ടെ അച്ഛോ, ആയിക്കോട്ടെ. ഇനി എന്ത് തെറ്റ് ചെയ്താലും, ഇനി എന്ത് തെറ്റും ആയിക്കോട്ടെ, നമ്മളത് അച്ഛൻ വിളിച്ച് സംസാരിച്ച് അവന്. എനിക്ക് അതിന്റെ ഫോൺ നമ്പർ അറിയത്തില്ല. നമ്മളങ്ങനെ വിളിക്കാൻ നമ്മളങ്ങനെ, കാരണം അച്ഛനും ഒരു അമ്മയില്ലാത്ത ഒരു കൊച്ച്. ഞാൻ ഹിന്ദുവാണ്. ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് നിങ്ങളെപ്പോലെ അച്ഛന്മാരും അതേപോലെ മദറും ആ ഒരു
ഇതുള്ളവര് നമ്മളെ ഒരു അനാഥയെ പോലുള്ള കൊച്ചുങ്ങളെ അത്രയും കെയറിംഗിൽ നോക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ കുട്ടികളെ രണ്ടുപേരെയും ഇവരുടെ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. പക്ഷെങ്കിൽ എനിക്ക് സിസ്റ്ററെ എവിടെ നിന്ന് പോലും അറിയത്തില്ല, ഒരു പരിചയമില്ലാത്തൊരു ഒരാളെന്നെ വിളിക്കുമ്പോൾ എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. ഇല്ല, അച്ഛാ എനിക്കത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചത്. അച്ഛാ എനിക്ക് അത് അറിയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവനെ കുറിച്ച് അറിയണ്ട. ഞാനൊരു അമ്മയാണ്. ഞാൻ എന്റെ സ്ഥാനത്ത് എന്റെ മോൻ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ അത് തിരുത്താൻ നോക്കും. അല്ലെങ്കിൽ ഞാൻ അത് സിസ്റ്റർ ഇപ്പം ഒരമ്മയുടെ സ്ഥാനത്ത് പറയുവാണെങ്കിൽ എനിക്ക് സിസ്റ്ററോട് ഫോണിൽ കൂടെ പറയാനൊക്കാത്ത ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. അത് ഭയങ്കരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ തൊട്ടപ്പുറം ഇപ്പുറം താമസിക്കുന്ന വീട്ടിൽ ചില മേജർ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പോലീസ് എൻക്വയറി എന്നവരുടെ വീട്ടിൽ പല കാര്യങ്ങൾ സംഭവിച്ചത് എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല. ഒരു വൈദികൻ എന്ന രീതിയിൽ എനിക്ക് പറയാൻ എനിക്കത് അറിയാം. ഞാൻ അച്ഛനോട് അത് ചോദിക്കാനല്ല വിളിച്ചത്, അവൻ എന്താ ചെയ്തെന്ന് ചോദിക്കാനല്ല ഞാൻ വിളിച്ചത്. എനിക്ക് ആ പയ്യനോട് യാതൊരു പേഴ്സണൽ വൈരാഗ്യങ്ങളില്ല. ഞാൻ ഒറ്റ കാര്യം ആ കുഞ്ഞിനോട് പറഞ്ഞുള്ളൂ, നീ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു വിദ്യാഭ്യാസം ചെയ്ത് നല്ലൊരു ജോലി എടുത്ത് ജീവിക്കാൻ നോക്കണം, പ്രശ്നങ്ങളിൽ പെടരുത്. പ്രശ്നങ്ങളിൽ പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ അവൻ അവന്റേതായ തൊഴിൽ നോക്കി, ഞാൻ പറഞ്ഞ എത്രയോ മക്കൾ അമ്മയെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഓരോ കഞ്ചാവ് പിടിക്കുന്നു. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം ചെയ്ത് എന്തൊക്കെ പീഡന കേസുകൾ വിടുന്നു, എന്തൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അവര് ഒരു പയ്യൻ ആരെ പീഡിപ്പിച്ചത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കഞ്ചാവ് മോഷ്ടിച്ചെന്നോ കഞ്ചാവ് കൊണ്ടുപോയെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നേ. പറയത്തുമില്ല, നമ്മൾ ചെയ്യാത്ത കാര്യത്തെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നേ. പിന്നെ എങ്ങനെയാ സിസ്റ്റർ എന്നെ അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പിള്ളേരും നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഉണ്ട്. എന്നിട്ട് അവര് ജോലി പോലും ചെയ്യാണ്ട് വീട്ടുകാരുടെ ചെലവുമേ നടക്കുന്ന പിള്ളേരും ഉണ്ട്. എന്നിട്ട് അവൻ അവന്റേതായ കാര്യം നോക്കി, അവനൊരു ഒന്നുമില്ലെങ്കിൽ ഒരു അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കൊച്ചല്ലേ. അച്ഛൻ വിളിച്ച് കുട്ടീനോടുണ്ടല്ലോ, ആ ഒരു ദയവ് ആ കുട്ടീനോടുണ്ടല്ലോ. പക്ഷേങ്കില് അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കുട്ടി ഇപ്പം അവന്റെ വളർത്തമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത് അല്ലേ. തെറ്റ് വന്നിട്ടുണ്ട്. ആ തെറ്റിനെ അവൻ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവര് ക്യാൻസറിന് മെഡിസിൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, അത് വൈറലാണ്. അത് അവനല്ല കൊണ്ടുവന്നത്, വേറെ യൂട്യൂബറാണ് അത് അതിന്റെ അകത്തുനിന്ന് എടുത്തിട്ട് അത് പുറത്തു കൊണ്ടുവന്നിട്ടത്. അത് കണ്ട കൊച്ചിന് വിഷമായി, അത് എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്ന് വിചാരിച്ചാണ് ആ കൊച്ചു പോവാതിരുന്നത്. ആ കാര്യങ്ങളെ പറ്റി അവരുടെ ഫാമിലി ഇഷ്യൂ ആകുമ്പോ അവരാണ് അത് പുറത്തു പറയേണ്ടത്. നോബിൾ ഫിലിപ്പ് എന്ന് പറഞ്ഞ ബിഷപ്പല്ല അതിനെപ്പറ്റി പറയേണ്ടത്. അവന് വിഷമമായ കാര്യങ്ങളിലും കൂടുതൽ വിഷമമായ കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പല കാര്യങ്ങളും ഫാമിലി ഇഷ്യൂ. അച്ഛൻ ചിലപ്പോ കണ്ടിട്ടുണ്ട്. അച്ഛനെ ഞാൻ കുറ്റം പറഞ്ഞ, അച്ഛനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ അറിയാണ്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവ ഒരിക്കലും ഒരു കാര്യത്തിന് അവരെ കുറ്റം പറയാനോ ഒരു കാര്യത്തിന് വന്ന് അവനെ എന്തെല്ലാം പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് വരെ അവ ഒന്നും പറയാണ്ട് ലാസ്റ്റ് ഒരു ചെറുക്കന്റെ വീഡിയോ എടുത്ത് എത്രയോ ആൾക്കാർ ചെയ്തിട്ട് പോലും അവൻ പ്രതികരിച്ചില്ല. ആ ഒരു ചെറുക്കൻ ചെയ്തത് ഒക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് സിസ്റ്റർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിസ്റ്റർ ഒരു എന്തുവാ ഇപ്പൊ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു വരുന്നത് എന്തോ രേണുവിനെ കയറി പിടിച്ചു എന്നാണോ പറയാൻ? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം എഴുതാപ്പുറം വായിക്കണ്ട, എഴുതാപ്പുറം വായിക്കുകയോ വേണ്ട. അച്ഛോ ഞാൻ പറയട്ടെ, ഇപ്പൊ ആ പെണ്ണുമ്പളെ ചെയ്തോണ്ടിരിക്കുന്ന കാര്യത്തില് അവരുടെ മോൻ കയറി പിടിച്ചില്ലെങ്കിലേ ഇനി ഒരു അത്ഭുതം ഉള്ളൂ. എനിക്കറിയത്തില്ല സിസ്റ്റർ, ഞാൻ കാണാത്ത കാര്യം എങ്ങനെ ഞാൻ പറയും? പിന്നെ എന്താണ് അവൻ ചെയ്തത്? അവൻ എന്താണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല. വീട്ടിൽ രേണുസുധിയുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ച് ചോദിച്ചു. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ എനിക്ക് പറയാൻ. അച്ഛനെ പോലെ ഒരാള് വന്നിട്ട് ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ അച്ഛന്റെ മുന്നിൽ ഞങ്ങൾ രണ്ടാളും ഒരുപോലെയാ. അച്ഛൻ വന്ന് ഞങ്ങളെ ഉപദേശിക്കണം, ഇങ്ങനെ മക്കളെ ഇത് ചെയ്യരുത്. കുട്ടീന്റെ ഭാഗത്ത് വന്ന തെറ്റുകള് ഞാൻ എന്റെ മനസ്സിൽ 2 വർഷം കൊണ്ട് അറിഞ്ഞിട്ട് പോലും ഞാനത് മനസ്സിൽ വെച്ചപ്പം സോഷ്യൽ മീഡിയയിൽ ഇവൻ നിമിത്തം എന്നെ വലിച്ചു കയറാൻ അവന്റെ യൂട്യൂബേഴ്സ്, അവനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അവന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് എന്നെ വലിച്ചു കയറാൻ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് അച്ഛനെ അവനൊന്നും വലിച്ചു കയറായിട്ട് ആരാണ് ഇതൊക്കെ നുണ പറഞ്ഞിരുന്നത്? ആര് അച്ഛൻ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ കാണുന്നില്ലേ? രേണുസുധിയുടെ മകൻ രാഹുൽ ദാസ് വിശുദ്ധനാണെന്നും ഞാൻ അവനെ ടാർഗറ്റ് ചെയ്തെന്തോ കോർണർ ചെയ്യുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന ആരും കാണുന്നില്ല. അപ്പൊ അല്ലേ അച്ഛന്റെ വീഡിയോ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ കുറിച്ച് സംസാരിച്ചിട്ട് അതുവരെ അച്ഛനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. കാര്യങ്ങളെല്ലാം ഇവരുടെ വീട്ടിൽ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടെന്നുള്ളത് പബ്ലിക്കിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത വന്നതിന് ശേഷമാണ്
ഈ പോലീസ് കേസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ അത് പല കാര്യങ്ങളും പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അച്ഛോ ഇനിയിപ്പോ അവന്റെ പേരിൽ ഇത്രയും വലിയ കേസുണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങി നടക്കുവോ? അയ്യോ, എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. അച്ഛൻ ഞാൻ പറയുന്ന അച്ഛന് ഇതിനെ ഇത് കൂടുതൽ അച്ഛന് അറിയത്തില്ല, അതാണ് കാര്യം. അച്ഛന് അറിയത്തില്ല. വേറൊരു സ്ഥലത്താണ്, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും പോലീസ് എന്നെ വിളിച്ചിരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് തന്നെ ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛോ ഞാൻ പറയട്ടെ അച്ഛോ ഇനി എന്തെങ്കിലും ആവട്ടെ അച്ഛോ, എന്ത് വേണം ചെയ്യട്ടെ, ഇനി ഒരു വാക്ക് അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. കാരണം എന്താ വെച്ചാൽ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവെന്ന് പറഞ്ഞാൽ ഞാനൊരു അമ്മ ആയതുകൊണ്ട് അങ്ങനെ ഒരു മോനെ ഇട്ട് കൊടുക്കരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. എനിക്ക് പറയാനുള്ള വേർഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളു അച്ഛാ, അല്ലാണ്ട് അച്ഛനോട് ദേഷ്യം ഉണ്ടായിട്ട് ഞാൻ ഇതല്ല, ഇത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. ഈ അച്ഛൻ എന്തിന്റെ കേടെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല പൊന്നു മനുഷ്യന്മാരെ. ഇനി നിങ്ങൾ ഞെട്ടും. അതായത് ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ വെച്ച് തരാം. ഇത് വെളുപ്പിന് 4 മണിക്ക് ഷൂട്ട് ചെയ്യുന്ന വർക്കൂലൊരു പണ്ടാരമില്ല. രാത്രിയാണ് ഇതൊക്കെ പൊട്ടിയത്, ഈ പ്രശ്നങ്ങളൊക്കെ. ഇനി അച്ഛൻ പറയുന്നത് ഒന്നൊന്ന് കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. ഈ കിച്ചുവിനോട് എന്ത് ഇത്ര ദ്രോഹം? എന്റെ പൊന്നച്ച, കിച്ചു നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ അറിയാൻ പാടില്ലാത്തവരും ചോദിക്കുകയാണ്, കിച്ചു നിങ്ങൾ എന്ത് ചെയ്തു? ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും? ഓക്കെ, നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവരെ സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് ഇവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടിത്താനം പോലീസ് ഇവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ടുപോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടെല്ലാം എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. അച്ഛനോടൊരു കാര്യം പറയാം. അച്ഛ എന്നെയും പോലീസ് പിടിച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് ഇല്ലാത്തതിന് ലൈസൻസ് ഫൈനും അടച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇത്ര വലിയ പറയാണ് നാണമുണ്ടോ അച്ഛ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്താ കാരണം? ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തോണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടിത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നത്. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഞാൻ പറഞ്ഞു പല കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണമേ ഇപ്പൊ പറയുന്നുള്ളൂ, ഒറ്റ കാര്യമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. അച്ഛനോടൊരു കാര്യം പറയാം. കിച്ചു ആ ബൈക്ക് കൊണ്ട് ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടോ പോലീസ്? ഒന്നെങ്കിൽ ലൈസൻസിന്റെ വിഷയം, അല്ലെങ്കിൽ കിച്ചു തന്നെ ഒരു പ്രാവശ്യം ലഹരിയൊക്കെ ഉപയോഗിച്ച ആളാണെന്ന് കിച്ചു തന്നെ പറഞ്ഞതാണ്. ആ കഷ്ടകാലത്തിന് ലഹരി ഉപയോഗിച്ചത് ചിലപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറെ എന്താണ് ഇത്രയും വലിയൊരു... പിന്നെ ഒരു കാര്യം പറയാം, പോലീസ് കിച്ചുവിനെതിരെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് അവൻ അറസ്റ്റ് ചെയ്യണമായിരുന്നു. പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പോൾ എന്റെ പൊന്നച്ച, നിങ്ങൾ പറയുന്നതിൽ ഒരു ക്ലിയറൻസും ഇല്ല. ഇത് ഞങ്ങൾ പൊട്ടന്മാരല്ല. നിങ്ങൾ എന്തോ ഒന്നെങ്കിൽ അച്ഛന് വലിയൊരു ഭീഷണി കിട്ടിയിട്ടുണ്ട്, ആരോ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. എന്തെന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ വിറക്കുന്നുണ്ട്, പറയുമ്പോൾ നല്ലോണം വിറക്കുന്നുണ്ട്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു. ഇവരവിടെ ചെല്ലുന്നു. ഇവര് പോലീസിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നു. കോടതികളിൽ അവർക്ക് വേണ്ട പേയ്മെന്റുകളൊക്കെ കോടതിയിൽ ഫൈൻ കെട്ടിവെക്കുന്നു. ഈ വാഹനം അവിടെ ഇരിക്കുന്നു. ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തോണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണ്. ചിലപ്പോ പൈസ ഉണ്ടാവില്ല എന്റെ പൊന്നച്ച. പോലീസ് സ്റ്റേഷനിൽ ബൈക്ക് ഉണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന പൈസ കൊടുക്കണം, ഇല്ലെങ്കിൽ ചുമ്മാ തരത്തില്ല അച്ഛാ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞാൻ അവന് പ്രോപ്പർട്ടി എഴുതി കൊടുത്ത കാരണത്താൽ തൊട്ടടുത്ത വീടായിട്ട് പോലീസ് എന്നെ മേൽ അന്വേഷണം വെച്ചു. എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എന്താ ആൻസർ കൊടുക്കണം? എനിക്ക് എന്തറിയാൻ പറ്റുമോ അതിനെപ്പറ്റി? അപ്പോഴാണ് സമൂഹത്തിൽ അയൽവാസികളായിട്ടുള്ള പല പ്രിയപ്പെട്ടവർ പല കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി. അപ്പോഴാണ് അതിന്റെ ഭീകരമായ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയായത്. ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞില്ല. പക്ഷേ ബിഷപ്പ് എന്തോ തെറ്റ് ചെയ്തു, ബിഷപ്പ് എന്തോ കോർണർ ചെയ്തു. ഞാൻ എന്തിന് കോർണർ ചെയ്യണം? ഞാനൊരു അനാഥമായിട്ടുള്ള അനുഭവത്തിൽ കടന്നുപോയ ഒരു കുട്ടീനെ ചേർത്ത് നിർത്തിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? അച്ഛ, നിങ്ങളൊരു ദൈവവിശ്വാസിയാണ്. ഇപ്പൊ അച്ഛൻ പറയുന്നുണ്ട് കുറെ പേര് എന്നോട് പറഞ്ഞത് കൊണ്ട് എന്ന്. എന്റെ പൊന്നച്ച, നാക്ക് കൊണ്ട് എന്തും പറയും, അത് വിശ്വസിക്കുന്നതാണോ? ആ പാവപ്പെട്ട കിച്ചിനെ കുറിച്ചിട്ട് എന്തും പറയും നിങ്ങളെടുത്ത്. എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള തെളിവുണ്ടോ നിങ്ങളെടുത്ത്? നാക്ക് കൊണ്ട് നിങ്ങൾ പറയുന്നതല്ലാതെ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ബാക്കിയും കൂടി കേട്ട് നോക്കാം.
ആ കുട്ടിക്ക് പേരൻസ് ഇല്ല, അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി, ഇളയ കുട്ടിക്ക് അമ്മയുണ്ട്, അച്ഛനില്ല. ആ 2 കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം 5 സെന്റ് സ്ഥലം ചോദിച്ചപ്പോൾ 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിൽ തുല്യമായി എഴുതി കൊടുത്ത ഞാൻ എന്ത് കോർണർ ചെയ്യണം? ഒരിക്കലും കോർണർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നവരെ ക്രൂശിക്കുന്ന ഒരു സാഹചര്യം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇടുകയാണെങ്കിൽ ഇനിയും പല കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറയേണ്ടതായിട്ട് വരും. പിന്നെ ആ സ്ഥലം കൊടുത്തത് 1000 പ്രാവശ്യം പറഞ്ഞു ഈ അച്ഛന്. അതിനുശേഷം പറയുകയാണ് ഇനിയും ഞാൻ പറയും. ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാം പറഞ്ഞു തീർന്നല്ലോ. ഇനി പിച്ചു ഒരു പെൺകൊച്ചിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തീർന്നു. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. പക്ഷേ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക. ഞാനൊരു വാണിംഗ് അന്ന് കൊടുത്തു. ഈ വസ്തു എഴുതി കൊടുത്ത് എന്നോട് പോലീസ് എൻക്വയറി ചെയ്തു. ബിഷപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ബിഷപ്പിന് അറിയാമെങ്കിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് സാർ പറയുന്നത് ഈ കാര്യങ്ങൾ അറിയുന്നത്, എനിക്ക് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്ന് അന്നേരം പറഞ്ഞു. പക്ഷെങ്കിൽ ഞങ്ങളുടെ സ്ഥലവാസികളായിട്ടുള്ള അയൽവാസികൾ അവരറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ തെളിവ് സഹിതം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സ് പറ, ഞാൻ എന്ത് ചെയ്യണം? ബിഷപ്പിനോട് ഒരു കാര്യം പറയാം. അങ്ങേ ഞാൻ റെസ്പെക്ട് വെക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. തെളിവുണ്ടോ? നിങ്ങൾ അടുത്ത ഇന്റർവ്യൂവിൽ വരുമ്പോൾ നിങ്ങൾ എന്തായാലും തെളിവ് കൊണ്ടുവരണം. അതായത് നല്ല ഡിജിറ്റൽ, ഞങ്ങൾക്ക് കാണുമ്പോൾ ബോധ്യപ്പെടുന്ന തെളിവുണ്ടെങ്കിൽ മാത്രം അച്ഛാ നിങ്ങൾ സംസാരിക്കണം. ഇല്ലെങ്കിൽ ആരോരുമില്ലാത്ത ആ പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ കൊല്ലച്ച. ഭക്ഷണത്തിൽ നിങ്ങൾ കലർത്തിയിട്ട് കൊല്ലി. ഇങ്ങനെ ഇഞ്ചിഞ്ചാക്കിയിട്ട് ആ കുഞ്ഞിന്റെ, ആ കിച്ചു എന്ന ചെറുപ്പക്കാരന്റെ ഹൃദയം ഇങ്ങനെ ഇഞ്ചിഞ്ചാക്കി കൊല്ലുന്നത് നല്ലത്. നിങ്ങൾ എന്തെങ്കിലും വിഷം ചേർത്തിട്ട് ഒറ്റയടിക്ക് തീർക്കുന്നതാണ്. എന്ത് മനുഷ്യനാണ് ഈ അച്ഛൻ? എൻ്റെ പൊന്നെ, ഇയാൾ ഒരു അച്ഛനാണോ ബിഷപ്പാണോ? കണ്ണീരാണ് വരുന്നത് റിയാക്ട് ചെയ്യുമ്പോൾ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. രാഹുൽ ദാസിനെ പുറത്താക്കിയിട്ട് ആ പ്രോപ്പർട്ടി അവർക്കോ അവരുടെ കുഞ്ഞിനോ വേണമെന്നും പറഞ്ഞ് അവർ അതിനുവേണ്ടി എവിടെയും ഒരു ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ അത് അന്നും പറഞ്ഞു, എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞു. ഈ രാഹുൽ ദാസിന് നല്ല മനോഹരമായ ഒരു വീട് KHDC എന്ന് പറയുന്ന ഒരു സംഘടന പണിതു കൊടുത്തിട്ടുണ്ട്. ഫിറോസിന്റെ നേതൃത്വത്തിൽ KHDC എന്ന് പറയുന്ന ഒരു സംഘടന നല്ലൊരു വീട് അവിടെ പണിതു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്, ഈ രാഹുൽ ദാസിന് അവിടെ വന്ന് സന്തോഷമായി താമസിക്കാം. അവൻ അവിടെ മനോഹരമായിട്ടൊരു റൂമുണ്ട്, സന്തോഷമായിട്ട് അവിടെ വന്ന് താമസിക്കാം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ഒരു പ്രശ്നത്തിന് പോവുകയാണെങ്കിൽ എനിക്കും ആ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് വരും. കാരണം ഒരു പോലീസ് ഇഷ്യൂസ് വന്നാൽ ഞാൻ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം 15 വർഷത്തേക്ക് ഈ വസ്തുവിന്റെ ഉത്തരവാദിത്തം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്റെ പേരിലൂടെയാണ്. ഈ പ്രോപ്പർട്ടി ഇവർക്ക് ക്രയവിക്രയം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഈ 15 വർഷത്തേക്ക് കൊച്ചുകുട്ടി മൈനറാണ്. രാഹുൽ ദാസിന്റെ അനുജൻ റിതുൽ ദാസ് എന്താണ് മൈനറാണ്, 6.5 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്ക് 18 വയസ്സ് വരെ ആ കുട്ടിയുടെ പ്രോപ്പർട്ടി വിറ്റുപോകാതിരിക്കുവാൻ ഇതിന്റെ ആധാരത്തിൽ ആ ഡോക്യുമെന്റ് ചെയ്തേക്കുമ്പോൾ അത് സെയിൽ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി എന്നെ കൂടെ ഉത്തരവാദിത്തപ്പെടുത്തി അവരെന്ത് ചെയ്തിരിക്കുന്നു, ആധാരം ഡോക്യുമെന്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ കിച്ചുനോട് ഒരു കാര്യം പറയാം. എടാ കിച്ചുവേ, നിനക്ക് വേണ്ടടാ വീട്, നിനക്ക് ദൈവമുണ്ടടാ. നീ ഇനി അങ്ങേരോട് പറ, എനിക്ക് വേണ്ടടാ. 1000 2000 പ്രാവശ്യം പറഞ്ഞു സ്ഥലം കൊടുത്തു എന്ന്. അതും ഏത് സെന്റല്ലേ? നിനക്ക് കയ്യിൽ കിട്ടുന്നത് 3.5 സെന്റ് അല്ലേ? 3.5 ഋതപ്പന്. വേണ്ടടാ, നിനക്ക് ദൈവമുണ്ടടാ മോനെ. എന്താ അല്ലേ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആ സ്ഥലത്തിന്റെ പേരിലല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സിനോടായിട്ട്, നിങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോടായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അനേകർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഇവിടെ തന്നെ 10 കുടുംബങ്ങൾക്ക് വസ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ അയ്യപ്പ ക്ഷേത്രം പണിയാൻ വേണ്ടി സ്ഥലമില്ലാഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് അയ്യപ്പ സേവാ സമിതി, അവിടെ ഞങ്ങൾ താമസിക്കുന്ന മേഖലയിൽ, അവിടെ അവർക്കൊരു പ്രോപ്പർട്ടി ഇല്ലായിരുന്നു. അവർക്ക് വസ്തു വാങ്ങിക്കൊടുത്ത് അവരവിടെ അയ്യപ്പ ക്ഷേത്രം പണിയുകയും ഇപ്പൊ അവിടെ പ്രാർത്ഥനയും അവരുടെ പൂജകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് ദാനം കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയല്ല ഞാൻ. രാഹുൽ ദാസിനും റിതുൽ ദാസിനും സന്തോഷത്തോടു കൂടി ഞാൻ കൊടുത്തതായിട്ടുള്ള ഗിഫ്റ്റ് അത് എന്നേക്കുമായിട്ടാണ്. അത് ലോകമുള്ള കാലത്തോളമാണ്. അത് ഞാൻ തിരിച്ചു വാങ്ങാനോ അതായത് ഇരട്ടത്താപ്പ് കാണിക്കാനോ അല്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് ആ സമയം പറയാതിരുന്നു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് എന്നോട് ചോദിക്കും, ബിഷപ്പ് എന്തുകൊണ്ട് ഇത് അറിഞ്ഞിട്ടും ഇതിനകത്ത് പ്രതികരിച്ചില്ല? അതുകൊണ്ട് ഞാനൊരു പിതാവ് മരിച്ചുപോയി, ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് ഞാൻ വഴക്ക് പറഞ്ഞതായിട്ട് കരുതിയാൽ മതിയായിരുന്നു. ഓക്കെ, ഒരു കാര്യം പറയാം. ഈ വീഡിയോ ക്രിസ്ത്യാനികൾ കാണുന്നുണ്ടെങ്കിൽ പൊന്നു മനുഷ്യന്മാരെ, ഞാൻ ക്രിസ്ത്യൻ സ്പീച്ച് ഇങ്ങനെ കേൾക്കും, അച്ഛന്മാരുടെ സ്പീച്ച്. അപ്പോൾ അച്ഛന്മാർ പ്രസംഗിക്കുന്നത്, നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, അതായത് വലത് കൈക്ക് അറിയാൻ പാടില്ല, അങ്ങനെ ഇടത് കൈക്ക് അറിയാൻ പാടില്ല, വലത് കൈയിൽ കൊടുക്കുന്നു, അങ്ങനത്തെ ഒരു ചെല്ലുണ്ട്. ഇവിടെ ഈ അച്ഛന്, പൊന്നു ക്രിസ്ത്യാനികൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്, ഈ അച്ഛന് ഈ കൊടുത്ത സ്ഥലം ഇതേ വീഡിയോയിൽ 4-5 പ്രാവശ്യം പറഞ്ഞു, 1000 2000 പ്രാവശ്യം പറഞ്ഞു. എന്തിനാ പൊന്നച്ച? നിങ്ങൾ ഇത്രയും വലിയൊരു ബിഷപ്പായ നിങ്ങൾ എന്തിനാ പൊന്നച്ച കൊടുത്ത കാര്യം ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയും കിച്ചുവിന് വീട് വെക്കാൻ സ്ഥലം കൊടുത്തത് നിങ്ങൾ എന്ന്. വീണ്ടും വീണ്ടും എന്തിനു പറയുന്നു? ബാക്കിയും കൂടി കേട്ട് നോക്കാം. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ കണ്ടന്റ് ആക്കി എടുക്കുന്ന ഒരു വിഭാഗം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള റിയാക്ഷൻ വീഡിയോക്കാര് എന്നെ കുരിശേൽ കയറ്റി നിർത്തിയിട്ട് രേണു സുധിയുടെ മകനായ രാഹുൽ ദാസിനെ പുണ്യാത്മാവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിരവധി കാര്യങ്ങൾ
സമൂഹത്തിൽ വന്ന് അന്വേഷിക്കുമ്പോൾ തെളിവ് സഹിതം അവിടുത്തെ അയൽവാസികൾ പറഞ്ഞു തരേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനല്ല നാണക്കേടേണ്ടതായിട്ട് വരുന്നത്. എനിക്കൊന്നും പോകാനായിട്ടില്ല. നിങ്ങൾ കമന്റ് എഴുതുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, കമന്റ് എഴുതാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക്, നിങ്ങളുടെ ഫോണ്, നിങ്ങളുടെ സമയം. നിങ്ങൾക്ക് എനിക്കെതിരായിട്ടുള്ള കമന്റ് എഴുതുന്നതിന് വിരോധമില്ല. എന്നെ ചീത്ത വിളിക്കുന്നവരുണ്ട്, അച്ഛനെ ചൊല്ലുന്നവരുണ്ട്, താൻ എന്താണോ ചോദിക്കുന്നവരുണ്ട്, തനിക്ക് വേറെ ജോലി ഇല്ലെന്ന് ചോദിക്കും. നിങ്ങൾ എന്റെ വീട്ടിൽ ഇപ്പോൾ ഇദ്ദേഹം എന്നെ തേടി പിടിച്ച് വന്ന് എന്റെ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ ഈ തിരക്ക് പിടിച്ച സമയത്തിലും അമ്മോനോട് ആൻസർ ചെയ്യുന്നത്. അല്ലാതെ അവരെ കുറ്റപ്പെടുത്തുകയല്ല. എന്തിനു കുറ്റപ്പെടുത്തണം? എന്റെ അച്ഛ, ഞാനൊരു കാര്യം പറയാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരോ പെടുത്തിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഭീഷണിയുണ്ട്, ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കത്തില്ല. എന്റെ പൊന്നച്ഛ, നിങ്ങൾക്ക് ഇത് എന്താണ് പറ്റിയത്? സത്യസന്ധമായിട്ടാണ് ചോദിച്ചത്, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവാ. ഈ നാക്കിൽ ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് തെറി കിട്ടും. ഞാൻ മാത്രം, എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, വേറെ യൂട്യൂബേഴ്സിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തെറിയായിരിക്കും. ഞാൻ ഇത്തിരിയെങ്കിലും റെസ്പെക്റ്റോടെ അച്ഛാ നിങ്ങളെന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. വേറെ ആരും ഇങ്ങനെ പോലും സംസാരിക്കത്തില്ല. അത്രയും വലിയ ദ്രോഹമല്ലേ ആരോരുമില്ലാത്ത ഈ കുഞ്ഞിന്റെ മേളിൽ ഇങ്ങനെ ചെയ്യുന്നത്? ബാക്കി കൂടി കേട്ട് നോക്കാം. രാഹുൽ ദാസിന്റെ നമ്പർ എന്റെ കയ്യിലില്ല. എനിക്ക് വിളിക്കാനായിട്ടുള്ള സന്ദർഭങ്ങളില്ല. മാത്രമല്ല, ഞാൻ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത് ഒരു വിഭാഗം യൂട്യൂബേഴ്സ് ആയിട്ടുള്ള വ്ളോഗേഴ്സ് ആണ് അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത്. അവരോടാണ് അദ്ദേഹം ആശയവിനിമയങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന അനുസരിച്ചാണല്ലോ ഇപ്പൊ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ അദ്ദേഹം ആരുടെ ഉപദേശപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് എനിക്കറിയില്ല. കാരണം ചിലർ ഇങ്ങനൊരു കമന്റ്സ് ഇട്ടു, ആ കുട്ടി ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ് ബിഷപ്പ് കോർണർ ചെയ്യുന്നത്. എന്തിന്? രാഹുൽ ദാസിന്റെ പേര് തന്നെ ഞാൻ എടുത്തു പറയാൻ കാര്യം, അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതിൽ എനിക്ക് എന്നാ പ്രോബ്ലം? അച്ഛനോടൊരു കാര്യം പറയാം. അച്ഛാ, ഞാൻ കിച്ചന് സപ്പോർട്ടായിട്ട് ഒരു 5-6 വീഡിയോ അപ്ലോഡ് ചെയ്തു. ഞാൻ ഇതുവരെ കിച്ചനോട് വിളിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല. കാരണം നമുക്കതിനുള്ള സമയമില്ല. നമ്മൾ സമൂഹത്തിൽ ഞങ്ങൾക്ക് ബോധമുള്ള കണ്ണിന്റെ, അതായത് കണ്ണിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അച്ഛാ, ഇത് മലയാളികളാണ് ഈ വീഡിയോ കാണുന്നത്, അല്ലാതെ ഗുജറാത്തികളോ യു-പിക്കാരോ അല്ല. തെറ്റ്. ഇപ്പൊ ഞാൻ വെറുതെ ഇപ്പൊ കിച്ചനെ പൊക്കി പറഞ്ഞാൽ, രേണുവിനെ ട്രോൾ ചെയ്യാൽ എന്റെ കമന്റ് ബോക്സ് എനിക്ക് പൊങ്കാലായിരിക്കും. അതായത് മലയാളികൾക്ക് ബുദ്ധിയുണ്ട് എൻ്റെ അച്ഛ. നിങ്ങൾ വെറുതെ എന്തൊക്കെയോ പറയണ്ട. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അദ്ദേഹത്തിന്റെ പിതാവിന്റെ മതത്തിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ പ്രകാരം പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വിളിച്ചൊരു ഉപദേശം കൊടുക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഇവിടെ ഇങ്ങനെ പല ഇഷ്യൂസ് കേൾക്കുന്നു. മാത്രമല്ല, അവരുടെ വീട്ടിലും ചില പ്രയാസങ്ങൾ നേരിട്ടതായിട്ട് സമൂഹത്തിൽ വാർത്തകൾ വന്നല്ലോ. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കണ്ടു കാണും, പല വാർത്തകൾ വന്നായിരുന്നു. മേജറായ ചില ഇഷ്യൂസ് അവരുടെ വീട്ടിലുണ്ടാകുന്നതായിട്ട് വാർത്തകൾ കേട്ടല്ലോ. ആ സന്ദർഭത്തിൽ എനിക്ക് നേരിട്ട് വിളിച്ചു പറയാൻ നമ്പറുകളില്ല. ഞാനപ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് ഒരു ജ്യേഷ്ഠ അനുജനെ വഴക്ക് പറയുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നെഗറ്റീവായിട്ട് എടുത്തിരിക്കുന്നത് ആരാണ്? മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഞാനും രേണുസുധിയും തമ്മിൽ മുഖാമുഖം പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മൊത്തം സോഷ്യൽ മീഡിയയിലായിരുന്നു ഭയങ്കരമായ ഒരു വഴക്കും പ്രശ്നങ്ങളും നടന്ന് എന്റെ ഭാഗം ഞാൻ പറയുന്നു, അവരുടെ ഭാഗം അവർ പറയുന്നു. അങ്ങനെ ഒരു വലിയ 2 വർഷം അതങ്ങനെ പോയി. അച്ഛ, 2 വർഷം അല്ലെ? എത്ര കുറച്ചല്ലേ പറയുന്ന കേട്ടോ. ഞാനും രേണുസുധി മുഖാമുഖം ഒന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ ഒരു 2 വർഷം. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഞാൻ പച്ചയായി പറയുന്നത് പോലെയാണ് അച്ഛന് രേണുസുധിയെ തെറി വിളിക്കുന്നത്. രേണുസുധി ഇങ്ങനെ പച്ചയായിട്ടാണ് അച്ഛന് തെറി വിളിക്കുന്നത്. അത് വെറും 2 വർഷം. ഇപ്പൊ വലിയൊരു പുണ്യാളനായി അച്ഛന്. പറയിപ്പിക്കണ്ട അച്ഛ, എൻ്റെ വായിൽ എന്തൊക്കെയോ വരുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു ബിഷപ്പായത് കൊണ്ട് മാത്രമാണ് ഇത്രയും റെസ്പെക്റ്റില്. നിങ്ങളെങ്ങാനും എന്നെ പോലെയുള്ള വേറെ ഒരുത്തനായിരുന്നെങ്കിൽ ഞാൻ തന്തക്കും തള്ളക്കും വിളിച്ചിട്ടായിരിക്കും ഇത് റിയാക്ട് ചെയ്യുന്നത്. നിങ്ങൾ ബിഷപ്പായത് കൊണ്ട് മാത്രമാണ് നിങ്ങളൊന്നും അച്ഛ എന്ന് വിളിക്കുന്നതും. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. എന്ന് പറഞ്ഞ പോലെ ഈ രാഹുൽ ദാസുമായിട്ട് ഞാൻ മുഖാമുഖം കണ്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ ഞാൻ അവരെ വിളിച്ച് അഡ്വൈസ് ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ ഒരു ഇന്റർവ്യൂ ചെയ്ത ചാനൽ ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞത്, ഇനിയും ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാകരുതെന്ന് ഞാൻ പറഞ്ഞു. അതൊരു വാണിംഗ് ആയിട്ട് ആ പയ്യന് തോന്നിയെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. കാരണം അതുപോലുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. ഇനിയും പല കാര്യങ്ങളും സമൂഹത്തിൽ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാനത് അറിയിച്ച് പറയണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ ആവശ്യം എനിക്ക് എന്താണ്? ഇപ്പൊ എന്നോട് ചോദിച്ച ഒരു കാര്യമേ ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ മുൾമുനയിൽ നിർത്താനുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഉണ്ടോ? അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് വീട് എഴുതി തിരിച്ചു മേടിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. എനിക്ക് വേണ്ട. അദ്ദേഹത്തിന് എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷത്തോടെ വെച്ചു കൊടുത്ത വീടാണ് 2 അനുജനും ജ്യേഷ്ഠനുമായിട്ട്. അത് അവരുടെ പേരിൽ തന്നെ അങ്ങനെ നിലനിൽക്കുന്നു. എന്റെ പൊന്നച്ച, ഇതേ വീഡിയോയിൽ ഒരു 25 തവണയായി ആ വീടിന്റെ കാര്യം പറഞ്ഞത്. എന്റെ പൊന്നുമോനെ കിച്ചു, നിനക്ക് വേണ്ടടാ. സത്യസന്ധമായിട്ട് ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ഇങ്ങനെ എന്താണല്ലേ? നിങ്ങൾ തന്നെ മനസ്സിലാക്കി പൊന്നു മനുഷ്യന്മാരെ. ഈ വീഡിയോ, അതായത് ഇനിയുമുണ്ട് റിയാക്ട് ചെയ്യാൻ 10 മിനിറ്റ്. ഇതിന്റെ ഇടയിൽ തന്നെ ഒരു 10 പ്രാവശ്യം പറഞ്ഞ ആ വീട് ഞാൻ കൊടുത്തു, മറ്റേ സ്ഥലം ഞാൻ കൊടുത്തു എന്ന്. ഇതിനും നല്ലത് കൊടുക്കാതിരിക്കുന്നതാണ്. ഓക്കെ, വളരെ വളരെ കഷ്ടം എന്റെ പൊന്നച്ച ഇങ്ങനെ കൊടുത്തത് വിളിച്ച് പറയുന്നത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. പിന്നെ എനിക്ക് പൊതുസമൂഹത്തോട് ഒരു കാര്യം പറയാനുണ്ട്. ദയവായി നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ ആ വ്യക്തിയുടെ
എല്ലാ വെയറബൌട്ട്സ് അറിഞ്ഞിട്ടേ ദയവായി നിങ്ങൾ സഹായിക്കാവൂ. ഞാൻ പൊതുസമൂഹത്തോട് ഈ വ്യൂവേഴ്സിനോടാ പറയുന്നത്. നമ്മളിപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ സഹായിക്കുന്ന സമയത്ത് എനിക്ക് അബദ്ധം പറ്റിപ്പോയത് എന്ന് വെച്ചാൽ, അബദ്ധം എന്നുള്ള വാക്ക് പറയാൻ കാര്യം, ഇവരൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് ഇപ്പൊ മോനും എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരേണ്ടി വന്നു. അതേസമയം നമ്മൾ ആർക്കെല്ലാം സഹായങ്ങൾ എവിടെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആരും തിരക്കി വന്ന് ഇതുപോലൊരു ഇന്റർവ്യൂ ചെയ്യാറില്ല. ദയവായി ഇതുപോലുള്ള, പ്രത്യേകിച്ച് ഈ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നിൽക്കുന്ന ഇതുപോലുള്ള എങ്ങനെയുള്ള സെലിബ്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ പ്രശ്നക്കാരായ സെലിബ്രിറ്റികളെ വാർത്തെടുക്കാൻ ശ്രമിക്കുകയോ അവരെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് പൊതുസമൂഹത്തിന് ഒരു ഗുഡ് മെസ്സേജ് ഇല്ല. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് അനുഭവിക്കുന്ന ബ്ലഡ് പ്രഷർ, എന്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് എനിക്ക് അനുഭവിക്കേണ്ട പിതൃകുടുംബത്തിൽ നിന്ന് ലഭിച്ച പിതൃസ്വത്ത് ഞാൻ സ്വമനസാലെ സന്തോഷത്തോടെ എഴുതി കൊടുത്ത ശേഷം ഞാൻ ഇന്നലെ രാത്രിയിലും ഹൈ ബി പി ആയി. ഇന്ന് ഞാൻ BP-യിലാണ്. എന്തുകൊണ്ട്? ഒരു ഉപകാരം ചെയ്ത ശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ കൊടുത്തു എനിക്ക് കിട്ടിയ സ്വത്ത് ഞാൻ കൊടുത്തു, സ്വത്ത് ആരും വിചാരിക്കും പറയുന്നത് കേൾക്കുമ്പോ ഒരു 4-5 ഏക്കർ അങ്ങ് കൊടുത്തു. ഏത് സെന്റിനെയാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത്? നാണമുണ്ടോ എന്റെ അച്ഛ? നിങ്ങൾ ഇങ്ങനെ എന്റെ പൊന്നച്ഛ, യാ അച്ഛ, സത്യസന്ധമായിട്ട് പറയുകയാണ്, കരച്ചിലാണ് വരുന്നത് ആ പയ്യനെ ഓർത്തിട്ട്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞാൻ തെറ്റിനെ സപ്പോർട്ട് ചെയ്യണോ? ഞാൻ അതുകൊണ്ട് ഒരു വാണിംഗ് പോലെ പറഞ്ഞു, ഇനിയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. തൃക്കൊടിത്താനം സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇനിയും ഉണ്ടാവുകയില്ല എന്ന് എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. വണ്ടി എടുക്കാൻ ചെല്ലുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരം എന്താന്ന് വെച്ചാൽ, അതായത് ഫാദർ കിച്ചുവിനെ ഒരു ത്രെറ്റൻ ചെയ്യുമായിരുന്നു. ഒരിക്കലും ഇല്ല. കുറെ കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട്. അത് എന്താണെന്ന് ഫാദർ ഓപ്പൺ ഞാനിങ്ങനെ കേൾക്കുന്നത്, ഇവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു തിരിച്ചെടുത്ത് രേണുസുതിക്ക് കൊടുക്കുക. എന്തിന്? അതെ, അങ്ങനത്തെ രേണുസുതി വളരെ സെൻസിയർ ആയിട്ട് വേണം. രേണുസുതി ഒരിക്കൽ പോലും അങ്ങനെ ഒരു സ്ത്രീ അല്ല അവര്. അത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ രാഹുൽ ദാസിനെ പുറത്താക്കിയിട്ട് ആ പ്രോപ്പർട്ടി അവർക്കോ അവരുടെ കുഞ്ഞിനോ വേണമെന്നും പറഞ്ഞ് അവർ അതിനുവേണ്ടി എവിടെയും ഒരു ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ അത് അന്നും പറഞ്ഞു, എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞു. ഈ രാഹുൽ ദാസിന് നല്ല മനോഹരമായ ഒരു വീട് KHDC എന്ന് പറയുന്ന ഒരു സംഘടന പണിത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും പറഞ്ഞു രാഹുൽ ദാസിന് വീട്. ഇതിനെന്തിനാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത്? എന്റെ അച്ഛ, നിങ്ങൾക്ക് വേറെ പറയാനൊന്നും ഇല്ലേ? ഞാനൊരു കാര്യം പറയാം, പൊന്നു മനുഷ്യന്മാരെ, ബിഷപ്പിനെ ഇഷ്ടപ്പെടുന്നവർ ഒന്നും വിചാരിക്കല്ല. നിങ്ങളോട് സോറി ചോദിച്ചിട്ട് ഞാൻ പറയാം. അനക്കൊരു സംശയമുണ്ട്. സംശയം ആർക്ക് വേണമെങ്കിൽ തോന്നാം, സംശയം നമുക്ക് വിളിച്ചും പറയാം. ഈ രേണുസുതിയും ബിഷപ്പെങ്ങാനും ഒരു പ്രേമമോ പ്രണയമോ വല്ലതും ആണോ? പൊന്നു മനുഷ്യന്മാർ, ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിനും സംശയിക്കണം. ഇല്ലെങ്കിൽ ഇത്രയും രേണുവിന് സപ്പോർട്ടായിട്ട് ഈ ബിഷപ്പ് വരോ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഫിറോസിന്റെ നേതൃത്വത്തിൽ KHDC എന്ന് പറയുന്ന ഒരു സംഘടന നല്ലൊരു വീട് അവിടെ പണിത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്, ഈ രാഹുൽ ദാസിന് അവിടെ വന്ന് സന്തോഷമായി താമസിക്കാം. അവൻ അവിടെ മനോഹരമായിട്ടൊരു റൂമുണ്ട്, സന്തോഷമായിട്ട് അവിടെ വന്ന് താമസിക്കാം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ഒരു പ്രശ്നത്തിന് പോവുകയാണെങ്കിൽ എനിക്കും ആ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് വരും. കാരണം ഒരു പോലീസ് ഇഷ്യൂസ് വന്നാൽ ഞാൻ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം 15 വർഷത്തേക്ക് ഈ വസ്തുവിന്റെ ഉത്തരവാദിത്തം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്റെ പേരിലൂടെയാണ്. ഈ പ്രോപ്പർട്ടി ഇവർക്ക് ക്രയവിക്രയം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഈ 15 വർഷത്തേക്ക് കൊച്ചുകുട്ടി മൈനറാണ്. രാഹുൽ ദാസിന്റെ അനുജൻ റിതുൽ ദാസ് എന്താണ് മൈനറാണ്, 6.5 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്ക് 18 വയസ്സ് വരെ ആ കുട്ടിയുടെ പ്രോപ്പർട്ടി വിറ്റുപോകാതിരിക്കുവാൻ ഇതിന്റെ ആധാരത്തിൽ ആ ഡോക്യുമെന്റ് ചെയ്തേക്കുമ്പോൾ അത് സെയിൽ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി എന്നെ കൂടെ ഉത്തരവാദിത്തപ്പെടുത്തി അവരെന്ത് ചെയ്തിരിക്കുന്നു? ആധാരം ഡോക്യുമെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 15 വർഷത്തേക്ക് ഈ പ്രോപ്പർട്ടിയിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും ഞാൻ ഉത്തരവാദിത്തമായിട്ട് കൂടെ നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പോലീസ് എന്നോട് ചോദിച്ചത്. ഇതിലും പറഞ്ഞു വസ്തു. എന്റെ പൊന്നച്ച, നിങ്ങളെപ്പോലെ ഒരാൾ ഇങ്ങനെ അല്ല അച്ഛ പറയേണ്ടത്. നിങ്ങൾ കിച്ചുവിനെ വിമർശിക്കണ്ട ഞാൻ പറയുന്നില്ല, വിമർശിക്കേണ്ട രീതിയിൽ എടാ മോനെ കിച്ചു അങ്ങനെ ചെയ്യണ്ട, അങ്ങനെയല്ലേ നിങ്ങളെപ്പോലുള്ളവർ സംസാരിക്കേണ്ടത്. നിങ്ങൾ ഭീഷണിയാണ്. എനിക്ക് നല്ല സംശയമുണ്ട്. ഇത് ഞാനും നിങ്ങളും ഇങ്ങനെ പറഞ്ഞല്ല തീർക്കേണ്ടത്. നല്ല നിയമപരമായിട്ട്, അതായത് ഏതെങ്കിലും പോലീസോ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ അച്ഛനും രേണുസുതിയും ചാറ്റ് ചെയ്തെന്തെങ്കിലും ചിലപ്പോൾ കിട്ടിയെന്നും വരും. അങ്ങനെ ഉണ്ടെന്നൊന്നും ഞാൻ ഉറപ്പിക്കുന്നില്ല, എന്റെ സംശയമാണ്. ഇല്ലെങ്കിൽ ആരുമില്ലാത്ത ആ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ അറ്റാക്ക് ചെയ്യോ? അതും ഇത്രയും വലിയ അച്ഛൻ അങ്ങനെ അറ്റാക്ക് ചെയ്യോ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഒരിക്കലും ഞാനിപ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സിനോടായിട്ട്, നിങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോടായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അനേകർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഇവിടെ തന്നെ 10 കുടുംബങ്ങൾക്ക് വസ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ അയ്യപ്പ ക്ഷേത്രം പണിയാൻ വേണ്ടി സ്ഥലമില്ലാഞ്ഞിട്ട് ഞങ്ങളുടെ അയ്യപ്പ സേവാ സമിതി, അവിടെ ഞങ്ങൾ താമസിക്കുന്ന മേഖലയിൽ, അവിടെ അവർക്കൊരു പ്രോപ്പർട്ടി ഇല്ലായിരുന്നു. അവർക്ക് വസ്തു വാങ്ങിക്കൊടുത്ത് അവരവിടെ അയ്യപ്പ ക്ഷേത്രം പണിയുകയും ഇപ്പൊ അവിടെ പ്രാർത്ഥനയും അവരുടെ പൂജകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് ദാനം കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയല്ല ഞാന്. രാഹുൽ ദാസിനും റിതുൽ ദാസിനും സന്തോഷത്തോടു കൂടി ഞാൻ കൊടുത്തതായിട്ടുള്ള ഗിഫ്റ്റ് അത് എന്നേക്കുമായിട്ടാണ്. അത് ലോകമുള്ള കാലത്തോളമാണ്. അത് ഞാൻ തിരിച്ചു വാങ്ങാനോ അതായത് ഇരട്ടത്താപ്പ് കാണിക്കാനോ അല്ല. പൊന്നു മനുഷ്യന്മാരെ, ഞാൻ നിർത്താൻ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞു തന്നെ വസ്തു തന്നെ പറയുന്നുണ്ട്, വേറൊന്നും ഇങ്ങനെ പറയാനില്ല.
ഇങ്ങനെയുടെ ഉദ്ദേശം രേണു വലിയൊരു പുണ്യാളത്യം, കിച്ചു വലിയൊരു, അതായത് കിച്ചുവിനെ കല്ലെറിഞ്ഞ് കൊല്ലണം, ആ ഒരു രീതിയിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്ത് പറഞ്ഞാലും വസ്തു വസ്തു വസ്തു, വേറൊന്നും ഇങ്ങനെ പറയാനില്ല. തൽക്കാലം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ അണക്ക് ഭ്രാന്തായി ഇപ്പോൾ ഉറക്കൂല്ല പൊന്നു മനസ്സിലെ. വെളുപ്പിന് 4 മണിക്കാണ് നമ്മൾ ഈ പണി, അതായത് എടുത്ത പണി നമ്മൾ, എന്തായാലും എൻ്റെ പണിയാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് വർക്കൊന്നും നോക്കിയിട്ടില്ല. ഈ ഒരു പ്രശ്നം പൊട്ടിയപ്പോൾ തന്നെ ഇതൊന്ന് റിയാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തി. ഇപ്പോൾ അപ്ലോഡ് ചെയ്യും, എഡിറ്റ് ചെയ്തിട്ടൊരു രാവിലെ 6:30 മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അടുത്ത വീഡിയോ ഉടൻ വരാം. തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ. ഓക്കെ.